എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമില്ല, നമ്മുടെ അക്കൈനുവിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ വൺ പീസ് ഫാൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ അക്കൈനു അല്ലെങ്കിൽ സാക്കാസുക്കി. പക്ഷേ ഈ ക്യാരക്ടർ എത്രമാത്രം പവർഫുള്ളാണ്, ഈ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി, ഇതൊന്നും തന്നെ നമ്മൾ ഇതുവരെ സ്റ്റോറിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട്, ഡെയിലി വീഡിയോ ഇടാറുണ്ട്. പക്ഷേ നിങ്ങളിൽ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു വീഡിയോ കണ്ടിട്ട് 2-3 പേര് മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പലരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. അതിനുള്ള തെളിവായിട്ട് ഞാൻ വേണം ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് എൻ്റെ ചാനലിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുമ്പോൾ വീഡിയോയുടെ നല്ല മോട്ടിവേഷനേ ഇല്ലാതെ പോകും. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സാക്കാസുക്കിൻ്റെ സ്റ്റോറിയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കൂസാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 3 അഡ്മിറൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ടൈമിൽ പക്ഷെങ്കിൽ നമ്മുടെ സാക്കാസുക്കിനെ കാണിക്കുന്നൊന്നുമില്ലെങ്കിലോ സാക്കാസുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ സാക്കാസുക്കിക്ക് ആദ്യമായിട്ടൊരു സ്ക്രീൻ ടൈം കിട്ടുന്നത് നമ്മുടെ മെറീൻ ഫോർഡിലാണ്. ആ മെറീൻ ഫോർഡ് ആർക്കിൽ നമ്മുടെ വൈറ്റ് ബീഡ് കഴിഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സാക്കാസുക്കി തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. അതുമാത്രമല്ല, നമ്മുടെ മെറീൻസിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സാക്കാസുക്കിയാണ്. പിന്നെ നമ്മൾ അക്കൈനുവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അക്കൈനു ഈ ജസ്റ്റിസ് എന്നുള്ള രീതി തന്നെ വേറൊരു രീതിക്കാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൈനുവിന് നമ്മുടെ പൈററ്റ്സിനോടുള്ള വെറുപ്പ് എന്ന് വെച്ചാൽ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം മറ്റൊന്നല്ല, നമ്മൾ മെറീൻ ഫോർഡ് തന്നെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മെറീൻ ഫോർഡ് വാർ ഇട്ട് ഓടിപ്പോകുന്ന മെറീൻസിനെ തന്നെ നമ്മുടെ അക്കൈനു കൊല്ലുന്നത്. അപ്പോൾ അക്കൈനു അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് അക്കൈനു ഒരു ഈവിലായിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ സ്വന്തം കമ്പാനിയൻസിനെയും നമ്മുടെ അക്കൈനു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എല്ലാവരും ഭയത്തോടെ മാത്രമാണ് കാണുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അക്കൈനു നമ്മുടെ വൺ പീസിലെ ടൈം സ്കിപ്പിന് ശേഷം ഫ്ലീറ്റ് അഡ്മിറലായി മാറുന്നതും അതിനുശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് ബീഡ് പൈററ്റ്സ് അക്കൈനു വരുന്നത് കണ്ട് പേടിച്ചിട്ട് പോകുന്നത്. ആ ടൈമിലേക്കൂടെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിൽ 2 ഡെവിൽ ഫ്രൂട്ടും ഉണ്ട്, ക്രൂമേറ്റ്സൊക്കെ ഡെവിൽ ഫ്രൂട്ട് യൂസേഴ്സുമാണ്. എന്നിട്ടും നമ്മുടെ അക്കൈനുവിനെ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ അക്കൈനു എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്ന്. പിന്നെ ഓടെ തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് നമ്മുടെ അക്കൈനുവാണ് നമ്മുടെ സ്റ്റോറിയിലെ പ്രോട്ടാഗോണിസ്റ്റ് എന്നെങ്കിൽ നമ്മുടെ വൺ പീസ് ഒരൊറ്റ കൊല്ലം കൊണ്ട് അവസാനിച്ചേനെ എന്ന്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അക്കൈനുവിൻ്റെ പവർ ലെവൽ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ നല്ല ചുക അവിടെ തന്നെ ഒറ്റ കൊല്ലം കൊണ്ട് അവസാനിപ്പിക്കണേ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവിടെ ബാക്കിയുണ്ട്. ഷാങ്ക്സ്, കായിഡോ, ബിഗ് മാം, ഒരുപാട് ക്യാരക്ടേഴ്സ് ബാക്കിയുണ്ട്. എന്നാലും നമ്മുടെ ഓടെ അങ്ങനെ പറഞ്ഞ് 1 കൊല്ലം കൊണ്ട് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ അക്കൈനു എത്രമാത്രം പവർഫുൾ ആയിരിക്കുമെന്ന്. പിന്നെ നമ്മൾ അക്കൈനുവിൻ്റെ ബാക്ക് സ്റ്റോറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഇതുവരെ നമ്മുടെ ഓർഡർ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്ക് നമ്മുടെ അക്കൈനു എപ്പോഴാണോ നമ്മുടെ സ്റ്റോറിയിൽ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത് ആ ടൈമിൽ നമുക്ക് എന്തായാലും അക്കൈനുവിൻ്റെ ബാക്ക് സ്റ്റോറി കാണാൻ കഴിഞ്ഞേക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരു പക്ഷേ നമ്മൾ കാണാൻ പോകുന്നതിൽ ഏറ്റവും സാഡായിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി നമ്മുടെ അക്കൈനുവിൻ്റെതാകാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി നമ്മുടെ അക്കൈനുവിന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ അക്കൈനുവിനുള്ള ദേഷ്യമൊക്കെ മാറി നമ്മുടെ അക്കൈനുവിനെ സ്നേഹിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ അക്കൈനുവിന് പൈററ്റ്സിനുള്ള വെറുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിനുള്ള കാരണം നമുക്ക് നമ്മുടെ അക്കൈനുവിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുമ്പോൾ വേണമെങ്കിൽ റിവീൽ ആകുമായിരിക്കും. അല്ലെങ്കിൽ അക്കൈനുവിൻ്റെ സൈക്കോപാത്ത് ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൈനുവിനെ കുറിച്ച് ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അനിമേൻ്റെ. അപ്പോൾ അതിൽ കയറാൻ താല്പര്യമുള്ള അത് കയറുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനിമേസിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബൈ ബൈ.